തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലപ്പോഴും നമ്മളിൽ അവിശ്വാസം ഉണ്ടാകും ചില കാര്യങ്ങളിൽ. ഒരു കാരണവശാലും അത് രക്ഷപ്പെടുകയില്ല. അവിശ്വാസത്തോടൊരു കാര്യം ചെയ്താൽ രക്ഷപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ചൊരു കാര്യം വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം അതിന് ഒരുക്കി വഴികൾ തുറന്നു തരും. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന് 41-44 വാക്യങ്ങളിൽ തൻ്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യവും അവൻ ഇതാ കടലിനൊരു മനുഷ്യൻ്റെ കൈ പോലെ ചെറിയ മേഘം പൊങ്ങുന്നതെന്ന് പറഞ്ഞു. അതിന് അവൻ നീ ചെന്ന് ആഹാമിനോട് മഴ നിന്നെ തടുക്കാതിരിക്കുക, രഥം പൂട്ടി ഇറങ്ങിപ്പോകുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ഒരു ഏലിയാവ് പ്രാർത്ഥിച്ചാൽ അപ്പം മഴ പെയ്യും, അപ്പം തീ ഇറങ്ങും. എന്നാൽ ഏലിയാവ് പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യുകയില്ല, ഇവിടെ മഴയില്ല, അതുകൊണ്ട് ദാസനെ വിടുക. പോകുമ്പോൾ 7 പ്രാവശ്യം ഒരു കൈ കണ്ടു, മഴ വരാൻ പോകുന്നു എന്നുള്ള ആ വിശ്വാസം. അവിശ്വാസം വന്നാൽ സാധ്യമാകുകയില്ല. വിശ്വാസമുള്ള ഏലിയാവിനെ പോലെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുമെന്നുള്ള വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഓരോ കാര്യങ്ങളും. ദർ ഇസ് നോ ക്ലൗഡ്സ്, നോട്ട് നെഗറ്റീവ്, ജസ്റ്റ് റിപ്പോർട്ടിങ് ദ ഫാക്ട്സ്. ദൈവസന്നിധിയിൽ നിൻ്റെ വിവരങ്ങൾ അറിയിച്ച് നീ ദൈവമായിട്ടുള്ള ബന്ധത്തിലിരുന്നാൽ. ബട്ട് സംടൈംസ് the people closest to you will try to talk you out of what God put in your heart. നിൻ്റെ കൂടെയുള്ള ആളുകൾ നിന്നെ നിരുത്സാഹപ്പെടുത്തി അതിനകത്തോട് തകർക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ നിൻ്റെ ഹൃദയത്തിലുള്ള നിൻ്റെ വിചാരം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൻ്റെ ധൈര്യമാണ് മുന്നോട്ട് നടക്കുന്നത്. യു കാൺ ലെറ്റ് ദെയർ നെഗറ്റീവ് കമൻറ്റ്സ്. ആരുടെ നെഗറ്റീവ് കമൻറ്റ്സിൽ നീ വാങ്ങിപ്പോയത്. ബട്ട് വി സെർവ് എ സൂപ്പർ നാച്ചുറൽ ഗോഡ്. നമ്മുടെ ദൈവം ഒരു സൂപ്പർ നാച്ചുറൽ ഗോഡിൻ്റെ ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്, വിളിക്കുന്നത്. ഡോണ്ട് ഗിവ് അപ്പ് നൗ. അതുകൊണ്ട് പുറകോട്ട് മാറരുത്, തോൽവി എടുത്ത് മാറരുത്. Where is taking you to going to take unshakable faith. എപ്പോൾ നീ ചലനമില്ലാത്ത വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിശ്വാസം മൂലം തകർന്നടിച്ചിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ടല്ലോ. വചനം കാണുന്ന കേൾക്കുന്ന അനേകരുണ്ട്. അവരുടെ അവിശ്വാസം കാരണം ഒന്നും അവരുടെ ജീവിതത്തിൽ നന്മ നടക്കുന്നില്ല. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനത്താൽ നിന്റെ മക്കളിലേക്ക് ശക്തിയോടെ വിശ്വാസം ഇറങ്ങിച്ചെല്ലുവാൻ സഹായിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശു മുതൽ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വചനം പ്രഘോഷിക്കുന്നവർക്കായി, വിവിധ ചാനലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ചാനലുകൾ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, ബഹുമാനമുള്ള MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതിയിൽ വക്കീലുമാർ, ദൈവത്തിൻ്റെ കരങ്ങളിൽ വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, ജയിലുകളിൽ കഴിയുന്നവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, സ്കൂൾ കോളേജ് അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിദ്യാർത്ഥികൾ, വിശേഷിച്ച് പരീക്ഷകളൊക്കെ അടുത്ത് വരുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വിജയം കൊടുക്കുവാനുള്ള, പഠിക്കാനുള്ള ബുദ്ധി, ജ്ഞാനം, ഓർമ്മശക്തി, ബലവും കൊടുക്കുവാൻ സഹായിക്കണം. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ പുറപ്പെട്ടവർക്ക് വിശ്വാസത്തെ ഉറപ്പിച്ചു കൊടുക്കണം. ഈ വചനം വിശ്വാസത്താൽ ഈ ആഴ്ചവട്ടം അവസാനിക്കുമ്പോൾ പുതിയ വിശ്വാസത്തിൽ, പുതിയ ധൈര്യത്തിൽ, പുതിയ കൃപയിൽ മുൻപോട്ട് പോകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.